ഹായ്, ഞാനിന്ന് വന്നിരിക്കുന്നത് പൊരിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് പൊരി കൊണ്ടാണ് തയ്യാറാക്കി എടുക്കുന്നത്, അതുകൊണ്ടാണ് ഇതിനെ പൊരിയപ്പം എന്ന് പറയുന്നത്. ഇത് മലബാർ സൈഡിലൊക്കെ ഈദിൻ്റെയും ബക്രീദിൻ്റെയും സമയത്ത് ഉണ്ടാക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് ആണ്. ഇത് കുറച്ച് ദിവസം കേടുകൂടാതെ ഇരിക്കും. അപ്പോൾ നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ഇത് ഇറക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 200 ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഇത് അത്യാവശ്യം മധുരം കാണും. മധുരം കുറച്ച് വേണമെന്നുള്ളവർക്ക് 150 ഗ്രാം ശർക്കരയൊക്കെ എടുത്താൽ മതി. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് പാനി കാച്ചി എടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്, കൂടുതൽ ചേർക്കണ്ട. ഇപ്പം ശർക്കരയൊക്കെ അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ ഒരു തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു മീഡിയം സൈസ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം 2-2.5 കപ്പോളം തേങ്ങ ചിരകിയതുണ്ട്. ഇനി ഇത് മീഡിയം തീയിലിട്ടിട്ട് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. ഇതിലോട്ട് ഞാൻ 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഇതിലോട്ട് ജീരകപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം ജീരകപ്പൊടി ചേർക്കാം. ഞാനിപ്പോൾ ചേർക്കണില്ല. ഇപ്പോൾ വെള്ളം വറ്റി വന്നിട്ടുണ്ട്. നമുക്കിത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് പൊരി പൊടിച്ചെടുക്കാം. ഞാനിവിടെ 2 കപ്പ് പൊരിയാണ് എടുത്തിരിക്കുന്നത്. ചിലപ്പോൾ മിക്സിയിൽ ഒന്നിച്ചിട്ട് പൊടിക്കാൻ പറ്റില്ല, അപ്പോൾ പകുതിയായിട്ട് പൊടിച്ചെടുത്താൽ മതി. പൊരി പൊടിച്ചത് തേങ്ങയിലോട്ട് ചേർക്കുമ്പോഴും മൊത്തം ഒന്നിച്ച് ചേർക്കണ്ട, പകുതിയായിട്ട് ചേർത്ത് കൊടുക്കുക. ഇപ്പം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം അത്ര ചൂടൊന്നുമില്ല, കൈകൊണ്ട് തൊടാൻ പറ്റുന്ന ചൂടേ ഉള്ളൂ. നമുക്കിനി ഇത് ബോൾസ് ആയിട്ട് ഉരുട്ടിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് കയ്യിൽ കുറച്ച് എണ്ണ തേച്ചതിന് ശേഷം ചെറിയ ഉരുളകളാക്കി മാറ്റാം. ഇനി നമുക്ക് മുക്കി പൊരിക്കാനുള്ള ബാറ്റർ തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 കപ്പ് പച്ചരി 3 മണിക്കൂർ വെള്ളത്തിൽ കുതിർന്ന് വരാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളം മൊത്തം കളഞ്ഞിട്ട് ആണ് മിക്സിയിലോട്ട് ഇട്ട് കൊടുത്തത്. ഇതിലോട്ട് ഒരു മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ പകുതി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 1 കപ്പ് അരിയൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ മൊത്തം മുട്ടയും ചേർക്കാം. ഇപ്പം ഞാൻ അത്ര ചേർക്കണില്ല, കാരണം ചിലപ്പോൾ മുട്ടയുടെ ടേസ്റ്റ് കൂടിപ്പോവും. 1/4 കപ്പിൻ്റെ പകുതി വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം കൂടി പോകണ്ട. ഇപ്പം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ദോശമാവിൻ്റെയൊക്കെ പരുവത്തിൽ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. വെള്ളം കൂടി പോയാലും നമ്മൾ ഉരുളകൾ ഇതിൽ മുക്കിയെടുക്കുമ്പോൾ മാവ് അതിൽ പിടിച്ചു വരില്ല. ഞാൻ എണ്ണ ചൂടാവാൻ വേണ്ടിയിട്ട് വച്ചിട്ടുണ്ട്. നേരത്തെ കലക്കി വെച്ച മാവിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഓരോ ഉരുളകളായിട്ട് എടുത്തിട്ട് ബാറ്ററിൽ മുക്കിയിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. മീഡിയം തീയിലിട്ടിട്ട് വേണം നമ്മൾ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു ഭാഗം മുരിഞ്ഞു വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ താഴ്ഭാഗവും വെന്ത് വരണം. അധിക സമയമൊന്നും വേണ്ട വെന്ത് വരാൻ വേണ്ടി. ഇതായിട്ടുണ്ട്, നമുക്ക് പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. അപ്പം നമ്മുടെ പൊരിയപ്പം തയ്യാറായിട്ടുണ്ട്. ഇത് 2-3 ദിവസമൊക്കെ കേടുകൂടാതെ പുറത്തിരിക്കും. പുറമേ നല്ല ക്രിസ്പി ആയിട്ട് അകത്ത് നല്ല സോഫ്റ്റും ആയിട്ടുള്ള പൊരിയപ്പം നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ വരുന്ന ബക്രീദിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കണ്ട. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾ നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്ത എല്ലാ റെസിപ്പീസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. ബൈ.